കട്ടപ്പന മുനിസിപ്പാലിറ്റി മൈതാനത്തിനോട് ചേർന്ന് നിലകൊള്ളുന്ന വൈദ്യുത ട്രാൻസ്ഫോർമർ കാടുപടലങ്ങൾ കയറിയ അപകടാവസ്ഥയിൽ നഗരസഭയോ വൈദ്യുത വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. കട്ടപ്പന മുനിസിപ്പാലിറ്റി കാര്യാലയത്തിന് നേർ എതിർവശത്തെ മൈതാനത്തിലാണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോർമറിന്റെ പരിസരങ്ങൾ നാളുകളായി കാടുപടലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. മഴ പെയ്തതോടെ വള്ളിപ്പടർപ്പുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ട്രാൻസ്ഫോർമറിലേക്ക് വളർന്നു പന്തലിച്ചു. ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. നഗരസഭയോ വൈദ്യുത വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോർമർ മഴക്കാലം ആയി ആ ട്രാൻസ്ഫോമറിൻ്റെ പരിസരത്ത് അതിലേക്ക് ധാരാളം ചെടികളും വള്ളികളും എല്ലാം കയറി അപകട സാധ്യത ഏറി നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ നമുക്കറിയാം, ശകലം തെളിവുള്ള സമയങ്ങളിൽ, മഴയില്ലാത്ത സമയങ്ങളിൽ ധാരാളം കുട്ടികൾ വിനോദത്തിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ എത്തുന്നു. അപ്പം ബോളൊക്കെ അങ്ങോട്ട് പോയാൽ ഓടിപ്പോയി ചിലപ്പം എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഒരു അപകടം ഉണ്ടാകുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല. കാരണം ട്രാൻസ്ഫോമർ മുഴുവൻ കാട് മൂടി അതിൽ ചെടിപടലങ്ങൾ കയറിയിട്ട് പോരും. അതൊന്ന് നീക്കം ചെയ്യാനോ അത് ശ്രദ്ധിക്കാനോ KC ബോർഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇത് നഗരസഭയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ആരെങ്കിലും വിട്ട് ഇത് വൃത്തിയായിട്ട് ഈ കളകളെല്ലാം വെട്ടി മാറ്റേണ്ടതാണ്. ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പക്ഷേ എന്നാൽ ഇതുവരെയും KC ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇത് എപ്പോഴെങ്കിലും ഏത് സമയത്തും ഒരു അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അധികാരികൾ KC ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അടിയന്തര ശ്രദ്ധ ഇതിനുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ട്രാൻസ്ഫോർമറിന്റെ പരിസരത്തേക്ക് പടർന്നു പന്തലിച്ച കാടുപടലങ്ങൾ സമീപത്തെ ജനറേറ്റർ റൂമിലേക്കും വളരുന്ന സ്ഥിതിയാണുള്ളത്. നിരവധി ആളുകൾ മുനിസിപ്പാലിറ്റി മൈതാനത്ത് കായിക പരിശീലനത്തിന് എത്തുന്നുണ്ട്. ഇവർക്ക് ഉൾപ്പെടെ ഭീഷണിയായിട്ടാണ് ട്രാൻസ്ഫോർമറിന്റെ പരിസരങ്ങളിൽ കാടുപടലങ്ങൾ വളരുന്നത്. അധികൃതർ അടിയന്തരമായി കാടുപടലങ്ങൾ വെട്ടിമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.